അപ്പൊ നമുക്ക് തുടങ്ങാം. വണ്ടിട്ടോ. നോർഡിക് മലയാളി ഓട്ടോഷോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനോജ്. എൻ്റെ പേര് ഉണ്ണി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യുണ്ടായി അയോണിക് 5. എങ്ങനെയുണ്ട്? പുറത്തുനിന്ന് കണ്ടിട്ട് എന്ത് തോന്നി? ഒരു എന്താ പറയുക, ഒരു മോഡേൺ ലുക്കുണ്ട്. സാധാരണ ഹുണ്ടായുടെ കുറച്ച് കൺസർവേറ്റീവ് മോഡലിംഗ് ആണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ്. പറഞ്ഞ സ്ക്വയർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ്, പിക്സലേറ്റഡ് ബ്രേക്ക് ലൈറ്റ്സ്, ഇൻഡിക്കേറ്റർ. പിക്സലേറ്റഡ് റിയർ ലൈറ്റ് കാണുമ്പോൾ എനിക്ക് പഴയ ഡോട്ട് മാട്രിക്സ് സ്പ്ലെൻഡർ റെട്രോ, മോഡേൺ റെട്രോ. പക്ഷെ ഇത് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാച്ച് ബാക്ക് ആണെന്ന് നമുക്കൊരു സംശയം. അത്രയ്ക്ക് ആ ലുക്ക് അങ്ങനെയാണ്. പക്ഷെ ആക്ച്വലി വണ്ടിക്ക് നല്ല വലിപ്പമുണ്ട്. ഈ സ്റ്റിയറിംഗ് വീലിലുള്ള ലോഗോ, എംബ്ലം, അതാണ് പോയി. അത് മോഡേൺ ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയാണ്. ഇനി മുതൽ ഇങ്ങനെയാണ്. ഇത് 5 എന്നുള്ളതിന്റെ മോഴ്സ് കോഡാണെന്ന് ഞാൻ എവിടെ വായിച്ചു. അത് ശരിയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനകത്ത് 4 ഡോട്ടേ ഉള്ളൂ. അറിയില്ല, അത് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. ഇത് തന്നെയാണോ ഈ പറഞ്ഞ മോഴ്സ് കോഡ്? ഇപ്പൊ ഈ വണ്ടിയുടെ ബേസിക് ഇൻഫർമേഷൻ പറയാം. അപ്പൊ ഇത് ഹ്യുണ്ടായി അയോണിക് 5. ഈ 77 kWh ബാറ്ററി ഉള്ള മോഡലാണ് ഈ ഒന്ന് ഓടിക്കുന്നത്. ഓക്കെ. അതിൽ തന്നെ പ്രീമിയം എന്നുള്ള വേരിയന്റ് ആണ്. അപ്പോൾ 3 വേരിയന്റ് ആണ് അയോണിക് 5-ന് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റൈൽ ആണ് ബേസ് വേരിയന്റ്. ഓക്കെ. പിന്നെ പ്രീമിയം. ഓക്കെ. പിന്നെ അൾട്ടിമേറ്റ് എന്ന് നമുക്ക് അൾട്ടിമേറ്റ് വേരിയന്റ് കൂടി. ഇത് ബാറ്ററിയുടെ പവർ റേഞ്ചിലാണോ വ്യത്യാസം? എന്താണ് അതിന്റെ? ഇല്ല, അത് ഫീച്ചേഴ്സ് ആണ് വ്യത്യാസം. ബാറ്ററി ഒക്കെ സെയിം ആണ്. ഒക്കെ 77 kWh ബാറ്ററിയാണ്. അതാണ് ഈ 2023 മോഡലിൽ ഹ്യുണ്ടായിൽ അയോണിക് 5 വന്നിരിക്കുന്ന ഒരു മെയിൻ ഡിഫറൻസ്. ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മോഡലിൽ 74 kWh ബാറ്ററി ആയിരുന്നു എൻ്റെ ഓർമ്മ. ഈ വർഷമാണത് 77 kWh ബാറ്ററി മാറ്റിയിരിക്കുന്നത്. ബാക്കി മോട്ടറിൻ്റെ പവറും ടോർക്ക് ഫിഗേഴ്സൊക്കെ സെയിമാണ് എല്ലാ വേരിയൻറ്റും. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഇതിന് 325 ഹോഴ്സ് പവർ, 605 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. റേഞ്ച് WLTP റേഞ്ച് 487 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 487. പക്ഷേ സിറ്റി റേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് 670 കിലോമീറ്റേഴ്സിൻ്റെ അടുത്താണ്. ഇതിന്റെ ടൂ വീൽ ഡ്രൈവ് റേഞ്ച് കൂടുതലായിരിക്കും. 2 വീൽ ഡ്രൈവിന് 502 ആണ് WLTP റേഞ്ച് പറയുന്നത്. അതേപോലെ സിറ്റി ഡ്രൈവിന് 710 മറ്റാണ് പറയുന്നത്. സിറ്റി ഡ്രൈവിൽ റീജിയൻ ബ്രേക്കിംഗ് അധികം സ്പീഡില്ല. പിന്നെ റീജിയൻ ബ്രേക്കിംഗ് മുതലായ സാധനങ്ങളുള്ളതുകൊണ്ട് 710. റിയൽ വേൾഡിൽ അത്രയൊന്നും ആയിരിക്കില്ല. എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ നോർഡിക്സിലാണ്, തണുത്ത വെതറാണ്, 6 മാസം. ഇതൊക്കെ ഏറ്റവും സ്റ്റാൻഡേർഡിലെ ഏറ്റവും ഐഡിയൽ കണ്ടീഷൻസിലുള്ള റേഞ്ചാണ്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് പുതിയ ഹ്യുണ്ടായി വണ്ടി നല്ല. പക്ഷെ നമ്മളത് യൂസ് ടു ആവാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് നമുക്ക്. കാരണം നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗം വരുന്നത് നമ്മൾ ലൈൻ ചേഞ്ച് ഒക്കെ നടക്കുന്നതാണ്. പക്ഷെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ഇതെന്ന് പറഞ്ഞാൽ പുറകോട്ട് പകരം ഇങ്ങോട്ട് നോക്കുന്നത് ചെറിയ. പക്ഷെ പാർക്കിംഗ് ലോട്ടുകളിലൊക്കെ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഉപയോഗപ്രദമാണ്. കാരണം പാർക്കിംഗ് ലോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റിവേഴ്സ് ക്യാമറ നേരത്തെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ക്ലാരിറ്റി അടിപൊളിയായിട്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട് റിയർ വ്യൂ ക്യാമറയ്ക്ക്. വേറെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഈ സീറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ്. എനിക്കത് എക്സ്ട്രാ ഫീച്ചർ ആണെന്ന് തോന്നി. റിലാക്സേഷൻ സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറാണത്. അത് ഈ വേരിയന്റ് പ്രീമിയം വേരിയന്റിൽ ഡ്രൈവർ സീറ്റിന് റിലാക്സേഷൻ സീറ്റ് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. പക്ഷേ ഫ്രണ്ട് പാസഞ്ചർ സീറ്റിൽ റിലാക്സേഷൻ സീറ്റ് വരുന്നത് ഒരു എക്സ്ട്രാ ഫീച്ചറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് വേരിയന്റും ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. അതിൽ കാലിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു കാലിന് സപ്പോർട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഫുള്ള് റിക്ലൈൻ ചെയ്യാം സീറ്റ് പുറകോട്ട്.
ഓട്ടോ എങ്ങനെയുണ്ട്? ഒന്നും കേൾക്കാൻ പറ്റില്ല, വളരെ ക്വയറ്റ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം വളരെ ക്വയറ്റ് ആണ്, പക്ഷെ കുറച്ചുകൂടെ ക്വയറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നതിനേക്കാളും ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി ഓടിച്ച ആളാണെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമൊന്നും അതിൽ നിന്ന് നമുക്ക് പറയാനില്ല. ഓഫ്കോഴ്സ് പവർ ഉണ്ട്, ഹൈ ടോർക്കാണ്. അപ്പം നമ്മൾ കാല് കൊടുത്താൽ ഇത് അറിയും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ V12 ലോഡിങ് എക്സ്ട്രാ പ്ലഗ് വെച്ചിട്ട് മറ്റേത് കുറച്ചും കൂടെ വലിയ സാധനങ്ങളൊക്കെ കുത്താം. എനിക്ക് തോന്നുന്നത് ഒരു വണ്ടിയിൽ നിന്ന് വേറൊരു വണ്ടി ചാർജ് ചെയ്യാനുള്ള അതും പറ്റും എന്നാണ്. അതിന് ചിലപ്പോൾ മിക്കവാറും വേറെ അഡാപ്റ്റർ വേണ്ടി വരും. നമ്മളിപ്പോൾ കാണുന്ന അതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 3.6 കിലോവാട്ട് വരെ പവർ ചാർജ് ചെയ്യാം തരും. അത് ആദ്യം പറഞ്ഞ പോയിന്റ് ലെങ്ത് കൂടുതലാണ് വണ്ടിക്ക്. എനിക്കൊന്ന് സാധാരണ ഒരു ഹാച്ച് ബാക്കിന്റെ സൈസ് അല്ല, അത് ഡിക്കിയിലും വിസിബിൾ ആണ്. കാരണം ഡിക്കി വളരെ വലിയ ഭയങ്കര വലുതാണ്. 527 ലിറ്റർ ആണ് കപ്പാസിറ്റി പുറകില്. പിന്നെ ഫ്രണ്ടില് 27 ലിറ്റേഴ്സ് ആണ് ഉള്ളത്. അത് വളരെ അതിൽ എന്ത് വെക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ചാർജിങ് കേബിൾ വെക്കുക എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതില്. പക്ഷെ ഇതിനേക്കാൾ വളരെ വലിയ ട്രങ്കുള്ള വണ്ടികളുണ്ട്, ടെസ്ലയിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫോർഡ് മാക്കിയില്, പിന്നെ ഫോക്സ് വാഗന്റെ വണ്ടി നോക്കി അതിനില്ല. അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് കേബിൾ വെക്കാൻ പറ്റും സ്ഥലം. പക്ഷെ റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണെങ്കിൽ ഫ്രണ്ടിൽ മോട്ടർ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ സ്ഥലമുണ്ട്. അപ്പോൾ 54 ലിറ്റേഴ്സ് മറ്റാണ്, 57 ലിറ്റേഴ്സ് ആണ്. പിന്നെ ഇതിനകത്തുള്ളത് ഈ രണ്ട് വലിയ സ്ക്രീന്, 12.3 സ്ക്രീനാണ്. ഒരു മോഡേൺ ലുക്ക് ഉണ്ട്. ഒരു ചെറിയ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കാല് വെക്കാൻ. പിന്നെ അത് മാത്രം 3000 മില്ലിമീറ്റർ 3 മീറ്റർ ആണ് ഇതിന്റെ വീൽ ബേസ്. ഓഫ് കോഴ്സ് വലിയ ഇന്റീരിയർ സ്പേസ് വളരെ സ്പേസ് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ബാക്കിലിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഹൈടെക് ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഈ ഇതില് ഫ്രണ്ടിലൊരു USB ചാർജർ ഉണ്ട്, ഒരു 12 വോൾട്ടിന്റെ 180 വോൾട്ടിന്റെ ചാർജർ ഉണ്ട്. അതുകൂടാതെ ഈ ഇവിടെയും 2 ചാർജർ തന്നിട്ടുണ്ട്. പിന്നെ ഈ കൺസോളിന്റെ പുറകില് റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടി ഒരു USB. പിന്നെ ബൂട്ടില് ഒരു 12 വോൾട്ട് പ്ലഗ് ഉണ്ട്. ഇതിന് ഇവിടെ ഏകദേശം 64,000 യൂറോ ആണ്. 61,990 ആണ് 61,990 ഈ വേരിയന്റിന്റെ പ്രൈസ്. 61,990 യൂറോസ് ഫിൻലൻഡിൽ. അത് ഓൺ റോഡ് പ്രൈസ് ആണ്, ടാക്സ് എല്ലാം അടക്കം. നാട്ടിൽ ഇത് വരുന്നുണ്ടോ? നാട്ടില് ഇത് വരുന്നുണ്ട്, പക്ഷെ എന്ത് വിലക്ക് വരും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം കിയ EV6 നാട്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ AWD വേർഷന് 65 ലക്ഷത്തിനടുത്താണ് വില. ഫുള്ളി ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ടും കൂടെ ആയിരിക്കും വില. പക്ഷെ ഞാൻ വായിച്ചത് Hyundai അത് ഫുള്ളി ഇമ്പോർട്ടഡ് അല്ലാതെ CKD രൂപത്തിൽ അവിടെ അസംബിൾ ചെയ്യാനുള്ള പദ്ധതി ഉണ്ട്. അപ്പോൾ വില കുറയും. ഓഫ് കോഴ്സ്. ഇതിന് ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ്, ഇതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ഉള്ളതല്ലേ? 18 മിനിറ്റ് ആണ്, 10 to 80%. അതും അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ്. അത് തീർച്ചയായും. പക്ഷെ അത് ആൾക്കാർ റിയൽ വേൾഡിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും. അപ്പോൾ അത് പോസിബിൾ ആണ്. നമ്മൾ ഒരിക്കലും നടക്കാത്ത ഒരു സംഭവമല്ല. പക്ഷെ അതിന് പുറത്തെ ടെമ്പറേച്ചറും ബാറ്ററിയുടെ ടെമ്പറേച്ചറും ഇങ്ങനത്തെ ഒരുപാട് വേരിയൻസ് അതിൻ്റെ അകത്തുണ്ട്. അല്ല, ആക്ച്വലി സാധാരണ അങ്ങനെ ഫാസ്റ്റ് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയുടെ ടെമ്പറേച്ചർ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതിന് വെയിറ്റ് ചെയ്തിട്ട് വേണം ചാർജ് ചെയ്യാൻ. ഇതിൽ അങ്ങനെ എന്തോ ഒരു ടെക് ഇല്ലേ? അതായത് ഇതിനകത്തൊരു പ്രീ ഹീറ്റിംഗ് ടെക്നോളജി ഈ മോഡൽ പറയുന്നത്, ഈ 2023 മോഡൽ ഇയറിൽ നമ്മളൊരു ഫാസ്റ്റ് ചാർജർ ആണ് ഇതിൽ നാവിഗേഷനിൽ ലൊക്കേഷൻ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് പ്രീ ഹീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ 18 മിനിറ്റിൽ തന്നെ അതെനിക്ക് തോന്നുന്നു അത് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പ്രീ ഹീറ്റിംഗ് നടക്കുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് ഇതിനിപ്പോൾ എല്ലാം ബാറ്ററി എന്നാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ചിൽ കുറവ് വരും. അപ്പം അത് നമ്മൾ മനസ്സിൽ വെക്കണം. പിന്നെ ഇതിന്റെ ഡ്രൈവിംഗ് മോഡ്സ്, ഇതിന് 3 ഡ്രൈവിംഗ് മോഡ്സ് ഉള്ളതായിട്ട് അറിയാം. അതൊരു വളരെ പ്രത്യേകതരം സ്ഥലത്താണ്.
ഇതിന്റെ ഡ്രൈവിംഗ് മോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സ്റ്റിയറിംഗിൽ ഏതൊക്കെ തരം മോഡുണ്ട് ഇതില്? പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെ, ഇപ്പൊ സ്പോർട്ട് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചുവന്ന കളറായി. പിന്നെ ഇക്കോ മോഡ് ഉണ്ട്, പിന്നെ നോർമൽ മോഡ്. നമ്മൾ ഇത്ര നേരം ഓടിച്ചോണ്ടിരുന്ന നോർമൽ മോഡിലാണ്. അതെ. പക്ഷെ ഈ രണ്ടാമത്തെ സ്ക്രീനിലൊന്നും മാറുന്നില്ല. രണ്ടാമത്തെ സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആണ്, വളരെ റെസ്പോൺസീവ് ആണ്. അതെ, ബാക്കി എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് അവിടെയാണ്. അതെ, അടുക്കത്തെ രണ്ടാമത്തെ സ്ക്രീനിലാണ്. ഇപ്പോൾ EV എടുത്തു കഴിഞ്ഞാൽ റേഞ്ച് കാണിക്കും 434. ഇപ്പോൾ ബാറ്ററി 94%. നമ്മളെടുത്തപ്പോൾ 98% ആയിരുന്നു. ആക്ച്വലി ഐപെഡൽ മോഡലാണ് ഇപ്പോൾ കിടക്കുന്നത്. വണ്ടി ഇല്ലാത്ത സമയത്ത് കാലെടുത്താൽ വണ്ടിയില്ലല്ലോ, ശ്രമിച്ചു നോക്കാം. മനസ്സിലായി. നിങ്ങൾ ബ്രേക്ക് ഔട്ട് ചെയ്യില്ല, കാലെടുത്തപ്പോൾ വണ്ടി സ്റ്റോപ്പ് ആയി 0 വരെ. ഓക്കെ, കൊള്ളാം. പിന്നെ ഈ വണ്ടിക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു ഫീച്ചർ, പ്രത്യേകിച്ച് ഇത്രയും പ്രീമിയം പ്രൈസ് ഉള്ള ഒരു വണ്ടിക്ക് പനോരമിക് സൺറൂഫ്. അത് ഈ വേരിയന്റിന് ഇല്ല. അൾട്ടിമേറ്റ് വേരിയന്റിൽ പോയി കഴിഞ്ഞാൽ ഗ്ലാസ് റൂഫ്. ആക്ച്വലി ഈ വണ്ടിക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു നീണ്ട നിര ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. ചെറുതാണെങ്കിലും ചിലത് ഓഫ് കോഴ്സ് ഇന്റേണൽ ആണെങ്കിലും ഒത്തിരി ലിസ്റ്റ് ഉണ്ട്. ഓരോന്നായിട്ട് പറയാം. എക്കോളജിക്കലി ട്രീറ്റഡ് ലെതറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഒരു ഫീച്ചർ അല്ല, പക്ഷെ ഈ പറഞ്ഞ എല്ലാ കമ്പനിയും സസ്റ്റൈനബിൾ ആവുകയാണ്. അപ്പോൾ അതിന്റെ ഇതിലായിരിക്കാം സസ്റ്റൈനബിളി ട്രീറ്റഡ് ലെതർ എന്ന് പറഞ്ഞാൽ പഴയ ജാക്കറ്റ് അല്ലെങ്കിൽ എക്കോളജിക്കലി ആയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്ത ലെതർ. പോഷ് ഫീൽ ഉണ്ട്. അങ്ങനെ ഒരു ചീപ്പ് മെയ്ഡ് അല്ല എന്തായാലും. അത് ഒരു പാർട്ടും അല്ല. സ്റ്റിയറിംഗ് വീല് വളരെ സുഖമുണ്ട് പിടിക്കാൻ. ആ മെറ്റീരിയൽ ഒക്കെ ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ഫീൽ ഇല്ല എവിടെയില്ല. ഈ പറഞ്ഞാലേ ഈ മെറ്റീരിയൽ ലെതറിൽ മാത്രമല്ല, കൂടുതൽ കെയർഫുൾ ആയിട്ടായിരിക്കും വരച്ചിരിക്കുന്നത്. പിടിച്ചടയ്ക്കാൻ ഒരു സ്ഥലം അത് ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചു. അത് ആക്ച്വലി അവര് കുറച്ച് ഇന്റലിജന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബാക്കിലുണ്ട് ശരിക്കും പറഞ്ഞാൽ, ഇവിടെ പിടിക്കാൻ ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല. പക്ഷേ കൈ വയ്ക്കാൻ കറക്റ്റ് ഹൈറ്റ് ആണ്. ഈ സൈഡിലത്തെ സെന്റർ ആംറസ്റ്റ് അത് കറക്റ്റ് ഹൈറ്റ് ആണ്. ഒരു റിലാക്സ് ആയിട്ട് ഇത് ഓടിച്ചു പോവാൻ പറ്റിയ വണ്ടിയാണ്. കാരണം ഈ ആവശ്യത്തിൽ കൂടുതൽ USB ചാർജസ് ഈ ബാക്കില് മറ്റേ നമ്മൾ ഈ ചുമ്മാ കൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന പോലെ പിറ്റിയാത്ത നല്ല ഒരു സൺബ്ലൈൻഡ് ഉണ്ട്. അതൊക്കെ ചെറിയ പിന്നെ പുറകിലത്തെ സീറ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ഇലക്ട്രിക്കലി നീക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ജിംനാസ്റ്റിക്സ് കാണിക്കാതെ ബാക്കിലോട്ട് ഫുൾ അടയ്ക്കാനും പറ്റും. സാധാരണ ഒരെണ്ണം വലിച്ച് ബാക്കിൽ നിന്ന് തള്ളി അങ്ങനെയൊക്കെ ചെയ്യണം. ഫ്രണ്ട് ബാക്ക് സ്ലൈഡിങ് മാത്രമല്ല, ബാക്ക് റെസ്റ്റ് ആംഗിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ. പക്ഷേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് എനിക്ക് തോന്നുന്നത് ഇതിലൊരു എക്സ്ട്രാ അഡീഷൻ ആണ്. അത് പ്രീമിയം വേരിയന്റിലല്ല, അൾട്ടിമേറ്റ് വേരിയന്റിലേ അത് ഉള്ളൂ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. ഈ ഡോറ് തുറക്കുന്ന സാധനം കുറച്ച് ഒരു 2 സ്റ്റെപ്പ്. അതെ, അതൊരു ഒരിടത്ത് ഞെക്കി മറ്റേത് പൊങ്ങിയതിന് ശേഷം വേണം ചെയ്യാൻ. പക്ഷെ നിങ്ങൾ അൾട്ടിമേറ്റ് വേരിയന്റിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അത് പൊങ്ങി വരും ഓട്ടോമാറ്റിക്കലി. ഇലക്ട്രിക് റെയിൽ ഗേറ്റിന്റെ നമ്മൾ ട്രൈ ചെയ്തു. അതായത് 1 സ്വിച്ച് ക്ലോസ് ഉണ്ട്, പിന്നെ കീയിൽ തന്നെ പ്രസ് ചെയ്താൽ ഓപ്പണും ഉണ്ട്. പക്ഷേ കിക്ക് സെൻസർ ഇല്ല. അതിപ്പോ നമ്മൾ ട്രൈ ചെയ്ത് വർക്ക് ചെയ്യാത്തതാണോ അറിയില്ല. നമ്മൾ ട്രൈ ചെയ്തപ്പോ വർക്ക് ചെയ്തില്ല. ഈ ഹാൻഡ് റെസ്റ്റിന്റെ പൊസിഷനിങ് വളരെ നല്ലതായിട്ട് തോന്നുന്നു. അത് മാത്രമല്ല, ഈ സ്ലൈഡിംഗ് ആം റെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യാനുള്ള കൺസോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലേക്കൂടെ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് സുഖമായിട്ട് കിടക്കാം. ടൈറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പോട്ടിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് പഴയ അംബാസഡർ കാറിന്റെ പോലെ. അതെ, ക്വയറ്റ് മോഡ് എന്താണ്? വണ്ടി അല്ലെങ്കിൽ അതെ, ഇത്രയും ക്വയറ്റ് ആയിട്ടുള്ള വണ്ടി ഇത്. ഫ്രണ്ട് സീറ്റ് ഓക്കെ. ബാക്കിലുള്ള കുട്ടികളെ വെച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ കിടന്നുറങ്ങുമ്പോൾ അവർ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. ക്വയറ്റ് മോഡ് കൊള്ളാം. പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ നേരത്തെ വണ്ടി ഓഫ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സീറ്റ് പുറകോട്ട് മാറുന്നുണ്ട്.
ഓക്കെ ഓക്കെ. നമുക്ക് എക്സിറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. ഇതൊരു പ്രീമിയം കാർസിൽ സാധാരണ ഉള്ളൊരു ഫീച്ചറാണ്. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞ് ഡോർ അടച്ച് കഴിയുമ്പോൾ പഴയ പൊസിഷൻ. യൂഷ്വലി ഇങ്ങനെ കൊറിയൻ വണ്ടികൾ കിയ ഉണ്ടായി, ഇതിനൊക്കെ കുറേ നാള് വാറണ്ടി. ഇതിൻ്റെ എങ്ങനെയാണ്? ഇതിൻ്റെയും 5 year വാറണ്ടിയാണ്. കിയ എടുക്കുന്ന 7 year ആണ്. ഇതിന് 5 year വാറണ്ടിയാണ്, പക്ഷേ അൺലിമിറ്റഡ് മൈലേജ്. ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് കാണും. ബാറ്ററി 8 years, പക്ഷേ അതിന് 1,60,000 kilometers ലിമിറ്റ് ഉണ്ട്. പക്ഷേ അതല്ലാതെ ജനറൽ വാറണ്ടി എന്ന് പറയുന്നത് 5 years അൺലിമിറ്റഡ് 40 kilometers. താങ്ക്സ് ഫോർ ജോയിനിങ് അസ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.